നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഒക്ടോബർ മാസം ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് ആണ്. അതായത് സ്തനാർബുദത്തെക്കുറിച്ച് കൂടുതൽ അറിവ് പകരാനായിട്ട് ഒരു മാസം. ഈ അവസരത്തിൽ കേരളത്തിലെ കണക്കുകൾ വളരെയധികം പ്രസക്തമാണ്. കേരളത്തിൽ സ്ത്രീകളിൽ സ്തനാർബുദം ബാധിക്കുന്നവരുടെ നിരക്കുകൾ കൂടി വരുന്നു എന്നാണ് കണക്കുകൾ. സ്തനാർബുദത്തിൻ്റെ ലക്ഷണങ്ങൾ, ചികിത്സകൾ, കൂടുതൽ വിവരങ്ങൾ ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം പട്ടം SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റായ ഡോക്ടർ നിതിൻ രാജ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഇപ്പോൾ സ്തനാർബുദത്തിനെ കുറിച്ചിട്ട് കൂടുതൽ സംസാരിക്കുന്നു. നമ്മളിപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു മാസം തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ്. എന്താണ് ഈ ഒരു മാസം ഇങ്ങനെ ആചരിക്കുന്നതിൻ്റെ പ്രാധാന്യം, ലക്ഷ്യം? ലോകത്ത് സ്ത്രീകളിൽ കണ്ടുവരുന്ന ക്യാൻസറുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ക്യാൻസർ തന്നെയാണ് സ്തനാർബുദം അഥവാ ബ്രസ്റ്റ് ക്യാൻസർ. അതോടൊപ്പം തന്നെ അതിൻ്റെ മരണനിരക്കുകൾ വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, ഇത് മറ്റ് ക്യാൻസറുകളെ അപേക്ഷിച്ച് വളരെ നേരത്തെ കണ്ടുപിടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ, സ്വയം എങ്ങനെ കണ്ടുപിടിക്കേണ്ട രീതികളെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണയുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. സ്റ്റേജ് 1 അല്ലെങ്കിൽ സ്റ്റേജ് 2 തുടക്കത്തിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. നമ്മൾ സാധാരണ ഇതിൻ്റെ കണക്കുകൾ പറയുന്നത് 5 വർഷം കഴിഞ്ഞ് എത്ര പേർക്ക് അസുഖമുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പോൾ തുടക്കത്തിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ 5 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിൽ 90-95% ആൾക്കാർക്കും പൂർണ്ണമായും രോഗവിമുക്തി നേടിയവരാണ്. അങ്ങനെ ഇത്തരം പ്രത്യേകത ഉള്ള രോഗമായതുകൊണ്ട് തന്നെയാണ് ബ്രസ്റ്റ് ക്യാൻസർ മാസമായിട്ട് ഒക്ടോബർ ലോകത്തെമ്പാടും ആചരിക്കുന്നത്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഏർലി സ്റ്റേജിൽ ചികിത്സിച്ചാൽ കൃത്യമായിട്ട് ഇത് മാറ്റിയെടുക്കാനുള്ള ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ വളരെ പ്രസക്തമാണല്ലോ. പലർക്കും ഈ ലക്ഷണങ്ങൾ എന്താണെന്ന് അറിയാത്തൊരവസ്ഥയുണ്ട്. എനിക്ക് തോന്നുന്നു വേദനയില്ലാത്ത മുഴകൾ തന്നെയായിരിക്കാം ഇതിൻ്റെ കാരണം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ കൊണ്ട് നമുക്കിതുണ്ടോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും വേദനയില്ലാത്ത മുഴകളായിട്ടാണ് ഇത് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എല്ലാവരും ഇതിനെ നിസ്സാരവൽക്കരിക്കാറാണ് പതിവ്. വളരെ അശ്രദ്ധയോടെ വേദനയില്ലാത്തൊരു മുഴ, വേദന അല്ലെങ്കിൽ രക്തം, ഈ 2 ഘടകങ്ങളാണ് പലപ്പോഴും ഒരു ഡോക്ടറിലേക്ക് വരാൻ പലരെയും പ്രേരിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു ദിവസത്തെ കാര്യങ്ങൾ മാറ്റിവെക്കുക, കുട്ടികൾക്ക് വേണ്ടിയോ വീട്ടിലെ മറ്റുള്ളവർക്ക് വേണ്ടിയോ മാറ്റിവെക്കാൻ സ്ത്രീകൾ മടിക്കുന്നത് കൊണ്ടാവാം പലപ്പോഴും ഇവരിൽ പലരും അതിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഇതുപോലുമില്ല. ചില വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിസ്സാരവൽക്കരിക്കാറാണ് പതിവ്. ഒന്ന്, ഇതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയില്ലാത്തതാവാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വരുന്ന മുഴകൾ ബ്രസ്റ്റ് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട് എന്നവർക്ക് അറിയാത്തതാവാം. പലപ്പോഴും പലരും ഇത് നേരത്തെ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ വേദനയില്ലാത്ത മുഴകളായിട്ടാണ് പലപ്പോഴും ബ്രസ്റ്റ് ക്യാൻസർ തുടങ്ങുന്നത്. മാറിൽ വേദനയില്ലാത്ത മുഴകളായിട്ട്. പലപ്പോഴും ഇത് വളർന്നതിന് ശേഷമാണ് പിന്നീട് കുറച്ച് നാൾ വേദനയോ അല്ലെങ്കിൽ രക്തമോ ഒക്കെ കണ്ടു തുടങ്ങുന്നത്, മുറിവായിട്ടോ രക്തമൊക്കെ കണ്ടു തുടങ്ങുന്നത്. മുഴയായി കാണുന്ന കാലഘട്ടം തൊട്ടേ തന്നെ ഇതിനെ ശ്രദ്ധിച്ചാൽ, ആ സമയത്ത് കൃത്യമായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് ചികിത്സ തേടിയാൽ ഇത് വളരെ തുടക്കത്തിലെ കണ്ടുപിടിച്ച് പൂർണ്ണമായും ചികിത്സ ഭേദമാക്കുന്നതാണ്. ഇതിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു കോളർ ഉണ്ട്, അതിനുശേഷം മറ്റ് ലക്ഷണങ്ങളെ കുറിച്ച് പറയാം. ഹലോ ഹലോ നമസ്കാരം, സംസാരിച്ചോളൂ ഡോക്ടറോട്. നമസ്കാരം, പറഞ്ഞോളൂ. ഹലോ ഹലോ ഡോക്ടർ. അതെ, പറഞ്ഞോളൂ. ഹലോ, എനിക്ക് ലെഫ്റ്റ് സൈഡിലെ ബ്രസ്റ്റിന് എനിക്കൊരു കല്ല് പോലെ, ശരി, ഒരു കല്ല് പോലെ തോന്നിക്കുന്നുണ്ട്. കല്ല്, ഒരു കട്ടി പോലെ. ശരി. എനിക്കാണെ ബ്രസ്റ്റ് 2 ബ്രസ്റ്റ് ആണേലും മുളക്കുന്നില്ല. ശരി. അത് ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കണം. ഒരു ലെഫ്റ്റ് സൈഡിലെ ബ്രസ്റ്റ് ഇങ്ങനെ എന്തോ കല്ല് പോലെ ഇരിക്കുന്നുണ്ട്. ശരി. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 24. ശരി. താങ്കളുടെ ഈ പ്രായത്തിൽ അങ്ങനെ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ്. റിലേറ്റീവ്ലി 40 വയസ്സിന് മുകളിലോ 50 വയസ്സിനോ മുകളിലുള്ള ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ താങ്കൾക്ക് ഇതാവാനുള്ള സാധ്യത കുറവാണ്. എന്നിരുന്നാൽ കൂടിയും ബ്രസ്റ്റിൽ ഒരു കല്ലിപ്പുള്ളത് കൊണ്ടും അതിന് അകത്തേക്ക് വലിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടും ഏറ്റവും അടുത്തുള്ള ഒരു ഡോക്ടറെ, അതിനൊരു ഓങ്കോളജിസ്റ്റിനെ തന്നെ തേടിപ്പോകണം എന്നില്ല, നിങ്ങളുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫിസിഷ്യനോ ഏറ്റവും അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇത് കുഴപ്പമുള്ളതാണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ടതാണ്. വളരെ ലളിതമായി 1-2 ചികിത്സാ രീതികൾ കൊണ്ട് ഇത് എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യത്തെ ലക്ഷണം പറഞ്ഞു കഴിഞ്ഞു. ഡോക്ടർ, അടുത്ത ലക്ഷണങ്ങളെ കുറിച്ചിട്ട്? അടുത്ത ലക്ഷണങ്ങളാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ നിപ്പിൾ ഉള്ളിലേക്ക് വലിയുക, അല്ലെങ്കിൽ സ്കിന്നിൽ, തൊലിപ്പുറത്ത് പ്രകടമായ മാറ്റങ്ങൾ കാണുക. മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ തൊലി ചുക്കിച്ചുളിഞ്ഞിരിക്കുന്ന പോലെ കാണുക, അല്ലെങ്കിൽ ഒരു നിറവ്യത്യാസം വരിക, ചുമന്ന നിറത്തിൽ ബ്രസ്റ്റിൽ മൊത്തം അങ്ങനെ കാണുക. പിന്നീട് കാണുന്നതാണ് ഈ സ്തനാർബുദം പെട്ടെന്ന് പടരുന്ന ഒരു ഏരിയയാണ് ഈ കക്ഷത്തിലെ കഴലകൾ അഥവാ ലിംഫ് നോട്ട്സ്. ഇവിടെ ലിംഫ് നോട്ട്സ് നോർമലി ഉണ്ട്. അവിടേക്ക് ബ്രസ്റ്റ് ക്യാൻസർ പടരുകയാണെങ്കിൽ അവിടെ കക്ഷത്തിൽ ചെറിയ മുഴകളായിട്ട് കാണാവുന്നതാണ്. ഇതും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ അത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ അടുത്ത ഒരു ഡോക്ടറെ കാണുക, അതിന് നമ്മൾ കൃത്യമായ രോഗനിർണയ മാർഗങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത്?
വളരെ ലളിതമായ ഒന്ന് രണ്ട് ടെസ്റ്റുകൾ കൊണ്ട് തന്നെ ഇത് ബ്രസ്റ്റ് ക്യാൻസർ ആണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യാവുന്നതാണ്. സാധാരണയായി നമ്മൾ ചെയ്യുന്നത് ആദ്യത്തത് മാമോഗ്രാഫി. മാമോഗ്രാഫി എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേകതരം എക്സ്റേ ആണത്. 2 ആംഗിളിലുള്ള എക്സ്റേ എടുത്തിട്ട് അതിൽ ബ്രസ്റ്റിൽ മാറിൽ എന്തെങ്കിലും പ്രകടമായ മുഴകളോ കല്ലിപ്പോ അതിൽ ക്യാൻസർ ആവാൻ സാധ്യതയുള്ള മുഴകളാണോ എന്ന് നോക്കുകയാണ് മാമോഗ്രാഫി എന്ന ചികിത്സാ രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞാൽ അതൊരു തരം എക്സ്റേ ആണ്. പിന്നീടുള്ളത് FNAC അഥവാ ബയോപ്സി. മാറിലെ മുഴയിൽ നിന്ന് ഒരു ചെറിയ സൂചി കൊണ്ട്, നമ്മൾ സാറിന് ഇഞ്ചക്ഷൻ എടുക്കാൻ ഉപയോഗിക്കുന്ന സൂചിയല്ലേ, ആ സൂചി കൊണ്ട് കുത്തിയെടുത്ത് അതിലെ ടിഷ്യൂ അഥവാ കോശങ്ങൾ മൈക്രോസ്കോപ്പിനടിയിൽ വെച്ച് പരിശോധിച്ച് ബ്രസ്റ്റ് ക്യാൻസർ ആണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യാം. ഇതിൻ്റെ റിസൾട്ടുകൾ വളരെ പെട്ടെന്ന് കിട്ടുന്നതാണോ, 2-3 ദിവസം കൊണ്ട് തന്നെ ഈ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് ബ്രസ്റ്റ് ക്യാൻസർ ആണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യാവുന്നതാണ്. കൺഫേം ചെയ്തതിന് ശേഷമാണ് മറ്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ വരുന്നത്. അതായത് ബ്രസ്റ്റ് ക്യാൻസർ അവിടെ മാത്രമേ ഉള്ളൂ, അത് മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ CT അബ്ഡമൻ, ബോൺ സ്കാൻ, എല്ലിലേക്ക് പടർന്നിട്ടുണ്ടോ എന്നറിയാൻ ഇതൊക്കെ ചെയ്യാവുന്നതാണ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. തീർച്ചയായും. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം, ചോദിച്ചോളൂ. എന്റെ മദറിലോക്കെ അതെ, പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ, എന്റെ മദറിലോക്ക് ബ്രസ്റ്റ് CA വന്നിട്ടേ ശരി പിന്നെ 3 വർഷമായിപ്പോ. ശരി. അപ്പൊ ഇത് ഇനി വരാൻ ചാൻസേ, പിന്നെ അതിന് ഡേഞ്ചറസ് പീരീഡ് ടൈം ഉണ്ടാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ടോന്ന്. ഇപ്പം അദ്ദേഹം എന്തെങ്കിലും ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ടോ? ഇപ്പൊ അല്ല, വൈറ്റമിൻസും ആന്റി ഓക്സിഡന്റ് ഒക്കെ കഴിക്കുന്നുണ്ട്. അത് അല്ലാതെ എന്തെങ്കിലും ഹോർമോൺ പോസിറ്റീവ് അങ്ങനത്തെ എന്തെങ്കിലും ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ടോ? ഹോർമോൺ ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ടോ? ഇല്ല, കഴിക്കുന്നില്ല. അങ്ങനെയൊന്നും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് പോകാറുണ്ടോ? ആ, ചെക്കപ്പിന് പോകാറുണ്ട്. ഒരു 3 മാസം കൂടുമ്പോൾ ചെക്കപ്പിന് പോകാറുണ്ട്. ആദ്യത്തെ ഒരു 2 വർഷം കൃത്യമായിട്ട് 3 മാസത്തിലൊരിക്കലും, പിന്നീട് ഒരു 5 വർഷം വരെ 6 മാസത്തിലും, പിന്നീട് വർഷാവർഷവും ചെക്കപ്പിന് പോയിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. വരാനുള്ള സാധ്യത തീരെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് കൃത്യമായ ഇടവേളകളിലുള്ള ഈ ചെക്കപ്പിലൂടെ നമുക്ക് തിരിച്ചു വരുന്നുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. തീർച്ചയായും. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. നമസ്കാരം, പറഞ്ഞോളൂ. അതെ, ഇത് എന്റെ ഭാര്യയ്ക്ക് ഇതേമാതിരി പിന്നെ ഈ ചെറിയ വേദന ചെലുത്തുന്ന പറയുന്നുണ്ട്. അതിനെ കുറിച്ചിട്ട് ക്ഷമിക്കണം, ശബ്ദം ക്ലിയർ ആവുന്നില്ല. അതായത് എന്റെ ഭാര്യയ്ക്ക് ഇതേപോലെ ഒരു സ്ഥാനത്തിന് ഇങ്ങനെ ചെറിയൊരു വേദനയുണ്ട് ഒരു സൈഡിൽ. അത് ചില സമയത്ത് നല്ലോണം കൂടുതൽ കാണിക്കുന്നത്. വേദനയുണ്ട്. ആ, വേദനയുണ്ട് ചെറിയ രീതിയിൽ. ശരി. തൊടുമ്പോഴൊക്കെ കുറച്ച് കൂടുതലാണ്. ശരി. എത്ര വയസ്സുണ്ട്? ഭാര്യയ്ക്ക് ഇപ്പോൾ 39 വയസ്സായി. ശരി. സാധാരണ ഇങ്ങനെ വേദനയായിട്ട് വരുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആവാനുള്ള സാധ്യത കുറവാണ്. എന്നിരുന്നാൽ കൂടിയും ഒരു അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. കാരണം ചില സന്ദർഭങ്ങളിൽ നമുക്കിങ്ങനെ വേദനയായിട്ട് മാത്രമായിട്ടാണ് കാണാറ്. വേദനയുടെ കൂടെ ചിലപ്പോൾ ഒരു നിറവ്യത്യാസമോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ്റെ സാധ്യതകളോ ഉണ്ടോ എന്ന് നോക്കേണ്ടതാണ്. ഡോക്ടർ, ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ പറയുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം വയസ്സ് എത്രയായി എന്നുള്ളതാണ്. വയസ്സും സ്ഥാനാർബുദവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ ക്യാൻസറിനും, ബ്രസ്റ്റ് ക്യാൻസറിന് മാത്രമല്ല, എല്ലാ ക്യാൻസറിനും പ്രായം ഒരു റിസ്ക് ഫാക്ടറാണ്. പണ്ടൊക്കെ നമ്മുടെ ശരാശരി ആയുർദൈർഘ്യം കുറവായിരുന്നു. അത് കൂടി വരുന്നതോടൊപ്പം ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ജീൻസ്, ജനിതക ഘടനയിൽ, ശരീരങ്ങളിലെ കോശങ്ങളിലെ ജനിതക ഘടനയിൽ വരുന്ന മാറ്റങ്ങളാണ് പിന്നീട് എപ്പോഴെങ്കിലും അത് ക്യാൻസറായി മാറുന്നത്. പലപ്പോഴും ഈ കാണുന്ന ജനിതക ഘടനയിലെ മാറ്റങ്ങൾ അഥവാ മ്യൂട്ടേഷൻസ്, ഇത് കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ശരീരത്തിൽ തന്നെയുണ്ട്. പലപ്പോഴും അതിനേക്ക് എസ്കേപ്പ് ചെയ്ത് രക്ഷപ്പെട്ടു വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ കുഴപ്പങ്ങൾ അതവിടെ അടിഞ്ഞുകൂടി പിന്നീട് അത് ക്യാൻസറായി മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ബ്രസ്റ്റ് ക്യാൻസറിനും പ്രായം കൂടുന്നത് ഒരു റിസ്ക് ഫാക്ടറായിട്ട് നമ്മൾ പറയും. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. തീർച്ചയായും. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, സ്ഥാനാർബുദവുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, വീട്ടിൽ ആർക്കെങ്കിലും ഈ അസുഖം മുൻപുണ്ടായിട്ടുണ്ടോ? അത് എന്തിനാണ് ചോദിക്കുന്നത്? പാരമ്പര്യമായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ കാണാറുണ്ട്. പക്ഷേ ഇങ്ങനെ കണ്ടുവരുന്ന ബ്രസ്റ്റ് ക്യാൻസർ ഒരു 10-15% വരെ മാത്രമാണ്. ബാക്കിയുള്ള ഭൂരിഭാഗവും, അതായത് 85-90% വരെയും റാൻഡമായിട്ട് ആർക്ക് വേണമെങ്കിലും വരാവുന്ന രീതിയിൽ കാണുന്നതാണ്. എന്നിരുന്നാലും അത് പാരമ്പര്യമായിട്ട് വരുന്നതാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചോദിക്കുന്നത്. ഒരു കുടുംബത്തിൽ തന്നെ ഒന്നിലേറെ പേർക്ക് കണ്ടതുകൊണ്ട് അത് പാരമ്പര്യം ആകണം നിർബന്ധമില്ല. ഒരേ തരത്തിലുള്ള കാര്യങ്ങളോട് എക്സ്പോസ് ആകുന്നത് കൊണ്ട് കൂടിയാവാം. എന്നിരുന്നാലും അതിലൊക്കെ ഒരു കൃത്യമായ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാവുന്നതാണ് ഇത് പാരമ്പര്യമായിട്ട് വരുന്നതാണോ അല്ലയോ. ഒരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ. ഡോക്ടർ, ഇതെനിക്ക് എന്റെ സ്ഥാനത്തിൽ ഒരു 2-3 ചെറിയ തടിപ്പ് കണ്ടിട്ട് മാമോഗ്രാം ചെയ്തായിരുന്നു ഒരു 6 മാസത്തിന് മുമ്പ്. ശരി. അത് പിന്നെ ഇപ്പൊ ആ തടിപ്പ് കൂടി വരികയാണ്. അന്ന് മാമോഗ്രാം ചെയ്തിട്ട് എന്താണ് പറഞ്ഞത്? കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു.
ഇപ്പോൾ 6 മാസം ആയില്ലേ, മാമോഗ്രാം വീണ്ടും ഒരു മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞിരുന്നു 6 മാസത്തിന് ശേഷം? ഇല്ല, ഒന്നും പറഞ്ഞില്ല, കുഴപ്പമൊന്നുമില്ല, മറ്റു ഒരു കുഴപ്പങ്ങളും ഇല്ല, പെട്ടെന്ന് ഒരു കുഴപ്പങ്ങളും ഇല്ല. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. സാധാരണ മാമോഗ്രാമിൽ നമുക്കൊരു സ്ട്രാറ്റിഫിക്കേഷൻ രീതിയുണ്ട്, അതായത് ബിറാഡ്സ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് ഇത്രയ്ക്ക് മുകളിലാണെങ്കിൽ ഇന്നത് ചെയ്യണം എന്നൊക്കെ. അന്നൊരു പക്ഷേ ആ കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടിരുന്നത് കൊണ്ടാവാം ഒന്നും വേണ്ട എന്ന് പറഞ്ഞത്. ഇപ്പോൾ തീർച്ചയായും അത് വളരുന്നത് കൊണ്ട് നിങ്ങളൊരു ഡോക്ടറെ കണ്ട് അടുത്തൊരു മാമോഗ്രാം എടുക്കേണ്ട സമയമായിരിക്കും. ഒരു ഡോക്ടറെ കണ്ട് ചെയ്യേണ്ടതാണ്. ഇത്തരം സംശയങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നേക്കാൾ എപ്പോഴും നല്ലതാണ് അല്ലേ? തീർച്ചയായിട്ടും ഡോക്ടർ, ഇപ്പോൾ മറ്റൊരു കാര്യം, സ്ക്രീനിങ് വളരെ നിർബന്ധമാണെന്ന് പറയാറുണ്ട്. എങ്കിൽ പോലും പലർക്കും ഈ പ്രശ്നങ്ങളില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളില്ലെങ്കിൽ പിന്നെ സ്ക്രീനിങ്ങിന് പോകേണ്ടത് എന്തിനാണ്? അപ്പോൾ എപ്പോൾ മുതലാണ് നമ്മൾ സ്ക്രീനിങ് ചെയ്യേണ്ടത്? ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? നമ്മുടെ നാട്ടിൽ ഒന്ന്, ഈ സ്ക്രീനിങ്ങിനെ കുറിച്ച് കൃത്യമായ ഒരു അവബോധം പലർക്കും ഇല്ല, ഒരു അവയർനെസ് തീരെ കുറവാണ്. 2, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എന്തിനാ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ മുന്നോട്ട് വന്ന് ഇത് കണ്ടുപിടിച്ചത് കൊണ്ട് പിന്നെ എന്തെങ്കിലും പ്രശ്നമാകുമോ, പോയി കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ, വരുമ്പോൾ നോക്കിയാൽ പോരെ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് പലർക്കും. നമ്മളിപ്പോൾ സ്ക്രീനിങ് ക്യാമ്പ്സ് മുന്നോട്ട് വെച്ചാലും മാമോഗ്രാഫി അങ്ങനത്തെ സ്ക്രീനിങ് പ്രോഗ്രാംസ് നമ്മളൊരു പ്രൊമോട്ട് ചെയ്താൽ അതിന് മുന്നിലേക്ക് വരുന്നവർ വളരെ കുറവാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ, എൻ്റെ പ്രാധാന്യം ചോദിച്ചല്ലോ, പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്ക്രീനിങ് നിർബന്ധമാണ്. ഇപ്പോൾ UK കാര്യം, ഇംഗ്ലണ്ടിൻ്റെ കാര്യം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ സ്ക്രീനിങ് നിർബന്ധമാണ്. 40 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും 2 വർഷത്തിലൊരിക്കലും, 50 വയസ്സിന് മുകളിൽ ഒരു വർഷത്തിലൊരിക്കലെങ്കിലും കൃത്യമായിട്ട് സ്ക്രീനിങ് ചെയ്യേണ്ടതാണ്. മാമോഗ്രാഫി സ്ക്രീനിങ് ആണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവിടുത്തെ ബ്രസ്റ്റ് ക്യാൻസർ മരണനിരക്ക് 26% കുറഞ്ഞു എന്ന് കണക്കുകൾ കാണിക്കുന്നുണ്ട്. അത് വളരെ വലിയൊരു സംഖ്യ ആയതുകൊണ്ട് തന്നെ സ്ക്രീനിങ്ങിൻ്റെ പ്രാധാന്യം അതിൽ കൂടെ അറിയാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ മാമോഗ്രാഫി അത്രയേറെ പ്രചാരം നേടിയിട്ടില്ല. പലപ്പോഴും സാമ്പത്തികമായും മറ്റു പല പ്രശ്നങ്ങളതുകൊണ്ടും നമ്മുടെ രാജ്യത്ത് അതൊരു നിർബന്ധിതമാക്കിയിട്ടില്ല. എന്നിരുന്നാൽ കൂടിയും താല്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്നവരിൽ നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. 2, സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ. നമ്മളിപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു കണ്ടുപിടിക്കാനുള്ള ഒരു രീതിയാണ് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ. സ്ത്രീകൾക്ക് തനിയെ ഓരോ മാസവും ചെയ്തു നോക്കാവുന്ന ഒരു ടെസ്റ്റാണ്. ഇതിന് പ്രത്യേകിച്ചെങ്ങും പോകേണ്ടതില്ല. നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിലോ അല്ലെങ്കിൽ വീട്ടിൽ കുളിക്കുമ്പോഴോ മറ്റോ സ്വയം കൈകളുടെ പരന്ന പ്രതലം കൊണ്ട് ബ്രസ്റ്റിൽ വട്ടത്തിൽ കൈ ഓടിച്ചിട്ട് എന്തെങ്കിലും മുഴകളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടും വർഷത്തിലൊരിക്കലും ഒരു ഡോക്ടറെ കണ്ട് ബ്രസ്റ്റ് ക്ലിനിക്കൽ എക്സാമിനേഷൻ, ഈ 2 സ്ക്രീനിങ് രീതികളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് ക്യാൻസർ മരണനിരക്ക് ഏതാണ്ട് 16-17% കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അടുത്തൊരു കോളിലേക്ക് പോകണം. തീർച്ചയായും. ഹലോ ഹലോ, സംസാരിച്ചോളൂ ഡോക്ടറോട്. പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ, എൻ്റെ മോൾക്ക് 2 മാസം മുന്നേ തൈറോയിഡിലൊരു ക്യാൻസർ ഒന്ന് ഓപ്പറേഷൻ ചെയ്തായിരുന്നു. തൈറോയിഡ് ഫുൾ എടുത്ത് മാറ്റിയായിരുന്നു. ശരി. എന്നിട്ട് പിന്നെ അത് RCCയിലേക്ക് ഒരു ടെസ്റ്റിന് വിട്ടായിരുന്നു. ശരി. അപ്പൊ ടെസ്റ്റിന് ഒരു റേഡിയോളജിസ്റ്റിനെയും കണ്ടിട്ട് അപ്പൊ ജനുവരി 2-ാം തീയതിയാ പിന്നെ ഒരു ടെസ്റ്റിന് അവര് ഇട്ടേക്കുന്നത്. ശരി. അപ്പൊ ഈ ഡിസംബർ മാസത്തിൽ തൈറോയിഡിന്റെ ഗുളികയെ കഴിക്കണ്ടെന്ന് പറഞ്ഞേക്കാ. ശരി. അപ്പൊ തൈറോയിഡ് എടുത്ത് മാറ്റിയത് കൊണ്ട് അത് എന്തെങ്കിലും പ്രശ്നമാവോ ഗുളിക കഴിക്കാതിരുന്നാൽ? അല്ല, അത് തൈറോയിഡിൻ്റെ അങ്ങനെ ഗുളിക കഴിക്കാതിരിക്കണം എന്ന് പറയുന്നത് തൈറോയിഡ് നമ്മളൊരു റേഡിയോ ഐഡിൻ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഡേറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അപ്ടേക്ക് കറക്റ്റ് ആയിരിക്കത്തില്ല. നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ കൃത്യമായി അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ ഗുളിക നിർത്തണം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ, ഇപ്പോൾ സ്ക്രീനിങ്ങിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ രോഗനിർണയ മാർഗങ്ങളും പറഞ്ഞു. മറ്റൊന്ന്, ഏർലി സ്റ്റേജിൽ ചികിത്സിക്കുക. പല സ്റ്റെപ്പുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഏർലി സ്റ്റേജിൽ ചികിത്സിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം ഒന്ന് പറയാമോ? നമുക്ക് പ്രധാനമായിട്ടും 3 ചികിത്സാ രീതികളാണുള്ളത്. 1 സർജറി അഥവാ ഓപ്പറേഷൻ, 2 കീമോതെറാപ്പി, 3 റേഡിയേഷൻ, പിന്നീട് കുറച്ച് ഹോർമോണൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇതിൽ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ പലപ്പോഴും സർജറി മാത്രം മതിയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സർജറിയും കീമോതെറാപ്പിയും മാത്രം മതിയായിരിക്കും, ചിലപ്പോൾ സർജറിയും റേഡിയേഷനും മാത്രം മതിയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം സർജറിയും റേഡിയേഷനും കീമോയും വേണ്ടി വന്നേക്കും. ഒരു ലോക്കലി അഡ്വാൻസ്ഡ്, അതായത് ബ്രസ്റ്റ് ക്യാൻസർ കുറച്ച് വളർന്ന് മറ്റ് കക്ഷത്തിലേക്കോ മറ്റോ സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണെങ്കിൽ ഈ 3 ചികിത്സാ രീതികളും വേണ്ടി വരും. അപ്പോൾ ഒരു പക്ഷേ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മറ്റ് ചികിത്സാ രീതികൾ ഒരുപക്ഷെ അവോയ്ഡ് ചെയ്യാൻ കഴിഞ്ഞേക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചിലപ്പോൾ സർജറി മാത്രം കൊണ്ട് തന്നെ ബ്രസ്റ്റ് ക്യാൻസർ തിരിച്ചു വരാത്ത രീതിയിൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റും. സ്ഥാനാർബുദം എന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീകൾക്കുള്ളൊരു പ്രശ്നം സൗന്ദര്യ പ്രശ്നം കൂടെയാണ്. അത് ബ്രസ്റ്റ് എടുത്ത് കളയേണ്ടി വരുമോ, സ്ഥാനം റിമൂവ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു പേടി. അപ്പോൾ യഥാർത്ഥത്തിൽ പലപ്പോഴും ഇത് വേണ്ടി വരുന്നില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അതെ, ഇത് നേരത്തെ പറഞ്ഞ പോലെ 2 തരം സർജറികളുണ്ട്. ഒന്ന് ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി എന്ന് പറയും, അതായത് മാറ് സംരക്ഷിച്ചുകൊണ്ട് മാറിലെ മുഴകൾ മാത്രം എടുത്തു മാറ്റുന്ന ഒരു ചികിത്സാ രീതിയാണിത്. അതിന് ബ്രസ്റ്റ് ക്യാൻസർ തിരിച്ചു വരയ്ക്കാൻ വേണ്ടി കുറച്ച് റേഡിയേഷൻ കൂടെ എടുക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും
ഇത് സംരക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ചികിത്സാ രീതി ആയതുകൊണ്ട് സ്ത്രീകൾക്ക് സൗന്ദര്യപരമായും സൈക്കോളജിക്കലി ഒരു മാനസികമായിട്ട് അവർക്ക് വളരെയേറെ ഒരു ആത്മവിശ്വാസം പകർന്നു നൽകുന്ന ഒരു രീതിയാണ്. ബ്രസ്റ്റ് ക്യാൻസർ തുടക്കത്തിലെ കണ്ടുപിടിക്കുകയാണെങ്കിൽ സൈസ് അധികം വലുതായിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്രസ്റ്റ് കൺസർവേഷന് പോകാവുന്നതാണ്. അടുത്തൊരു കോളിലേക്ക് പോകണം. തീർച്ചയായും. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ആ കോള് കട്ടായെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് ഓരോ സ്റ്റേജസിലുള്ള ഓരോ ചികിത്സാ രീതികൾ. ഇപ്പോൾ റേഡിയേഷനെ കുറിച്ച് പറയുമ്പോൾ റേഡിയേഷൻ ചികിത്സ ഏതൊക്കെ ഘട്ടത്തിലായിട്ടാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണെന്നൊന്ന് പറയാം. സാധാരണ രീതിയിൽ നമ്മൾ സർജറിക്ക് ശേഷം പിന്നീട് കീമോതെറാപ്പി ആവശ്യമായിട്ട് വരികയാണെങ്കിൽ കീമോതെറാപ്പിയും കൊടുത്തതിന് ശേഷമാണ് സാധാരണ രീതിയിൽ നമ്മൾ റേഡിയേഷൻ കൊടുക്കാറുള്ളത്. റേഡിയേഷൻ വളരെ ലോക്കലൈസ്ഡ് ആയിട്ട്, അതായത് നമ്മൾ ബ്രസ്റ്റിൽ റേഡിയേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവിടെ മാത്രമേ റേഡിയേഷൻ കിട്ടുകയുള്ളൂ. വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് റേഡിയേഷൻ. പലരും പറഞ്ഞു കണ്ട് ബ്രസ്റ്റിൽ റേഡിയേഷൻ എടുത്തുകൊണ്ട് മുടി കൊഴിയും അല്ലെങ്കിൽ വേറെ വയറുവേദന ഉണ്ടാവും. അങ്ങനെയൊന്നും ഒട്ടുമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മാറിലെ ഒരു പ്രത്യേക ഏരിയയ്ക്ക് മാത്രമായിട്ടാണ് റേഡിയേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ കൊടുക്കാനുള്ള മെഷീൻസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ടെക്നിക്സും ഇപ്പോൾ നമ്മൾക്കുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് അവിടെ മാത്രം ഫോക്കസ് ചെയ്ത് റേഡിയേഷൻ കൊടുക്കുന്നത് കൊണ്ട് ശരീരത്തിൻ്റെ വേറെ ഒരു ഭാഗത്തും ഒരു എഫക്റ്റും ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവുന്നതല്ല. അത് മാത്രമല്ല, ബ്രസ്റ്റ് ക്യാൻസർ തിരിച്ചു വരാതിരിക്കാൻ സഹായിക്കുന്നതിന് റേഡിയേഷൻ വളരെയേറെ ഉപകാരപ്രദവുമാണ്. ഡോക്ടറിലെ തുടരുന്നു. ഡോക്ടർ, ഇപ്പം സ്ഥാനാർബുദം പ്രത്യേകിച്ച് സ്ത്രീകളിൽ ബാധിക്കുന്ന ഈ അസുഖം പലപ്പോഴും സ്ത്രീകൾ ചികിത്സയ്ക്കായിട്ട് മുന്നിട്ട് വരാറില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് ഇതുണ്ടാകാറുണ്ട്. പലരും ഇത് പുറത്തു പറയാൻ മടിക്കുന്ന ഒരവസ്ഥയുണ്ട്. നമ്മുടെ സമൂഹത്തിൽ അർബുദത്തിനെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു അവയർനെസ് നമുക്ക് കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. പലപ്പോഴും പല ആൾക്കാരും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. പലരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇത് പകരുന്ന ഒരു രോഗമാണെന്നാണ്. ബ്രസ്റ്റ് ക്യാൻസർ ഒരിക്കലും പകരുന്ന ഒരു രോഗമല്ല. ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളൊരു രോഗിയെ പരിചരിച്ചതുകൊണ്ടോ അവരുടെ കൂടെ കഴിഞ്ഞതുകൊണ്ടോ അതേ പാത്രത്തിൽ നിന്ന് ആഹാരം കഴിച്ചതുകൊണ്ടോ ഒന്നും ഒരിക്കലും പകരുന്ന ഒരു രോഗമല്ല ബ്രസ്റ്റ് ക്യാൻസർ. അങ്ങനെ ഈ സാധാരണ നമ്മൾ അങ്ങനെ പകരുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആണ്. ഇത് അങ്ങനെ അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തൊരു രോഗമാണ് ബ്രസ്റ്റ് ക്യാൻസർ. പലപ്പോഴും നമ്മുടെ മുമ്പിൽ വരുന്ന പലരും ഇങ്ങനത്തെ പല അനുഭവങ്ങളും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അത് വളരെ നിരാശാജനകമാണ്. അതൊരു സോഷ്യൽ സ്റ്റിഗ്മ, സമൂഹം അവരെ ആ രീതിയിൽ കാണുന്നു എന്നുള്ളത് തന്നെ വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായ ബോധവൽക്കരണം വേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് ഇത് വിളിച്ചുകൊണ്ട്. മറ്റൊന്ന് കീമോതെറാപ്പി. അതിനു മുൻപ് നമുക്കൊരു കോളിലേക്ക് പോകണം. ഹലോ ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം, പറഞ്ഞോളൂ. സർ, ഞാൻ എൻ്റെ ഭാര്യൻ്റെ ഒരു റിസൾട്ടിനെ കുറിച്ച് ചോദിക്കുന്നതാണ്. ബൈലേറ്ററൽ ബ്രസ്റ്റ് ബിറാൾസ് കാറ്റഗറി 2. ശരി, അങ്ങനെയാണല്ലേ? അതെ അതെ അതെ. അത് നമ്മൾ വേറെ എന്തെങ്കിലും തരത്തിൽ റിമൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മമ്മോഗ്രാഫിയിൽ നമ്മൾ റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ ഈ ബിറാഡ്സ് എന്നൊരു കാറ്റഗറി വെച്ചിട്ടാണ്. അതിൽ 3-ൽ താഴെ ആയാൽ 1ഉം 2ഉം ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട. അത് ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നതല്ല. മരുന്ന് കഴിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അർബുദമല്ല. അതെ അതെ അതെ, അത് തീർച്ചയായിട്ടും അത് ക്യാൻസർ അല്ല. ഓക്കെ ഡോക്ടർ, പലപ്പോഴും ഈ സ്ത്രീകളിലുള്ള ഒരു പ്രശ്നം നമ്മൾ പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ കീമോതെറാപ്പി ചെയ്യുമ്പോഴും ഇപ്പോഴും കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ എല്ലാ രോമകൂപങ്ങളിൽ കൂടെയൊക്കെ മരുന്ന് കയറ്റുന്ന ഒരു ഇതെന്നൊക്കെ ഇപ്പോഴും പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കീമോതെറാപ്പിയുടെ ഒരു വശം എന്താണെന്നൊന്ന് പറയാം. കീമോതെറാപ്പി അത് ഒരു വലിയ ബാനറുള്ള ഒത്തിരി മരുന്നുകളുടെ ഒരു കൂട്ടമാണ്. ഇപ്പോൾ നമ്മൾ പനിക്കൊക്കെ പാരസെറ്റമോൾ കഴിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഒത്തിരി മരുന്നുകളുടെ ഉള്ള ഒരു ഗ്രൂപ്പാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. അത് ഒരിക്കലും ഒറ്റ മരുന്നല്ല. പലപ്പോഴും ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കീമോതെറാപ്പി എടുത്താൽ മുടി കൊഴിയും, കീമോതെറാപ്പി എടുത്താൽ ഭയങ്കര വേദനയാണ്, കീമോതെറാപ്പി എടുത്താൽ ഛർദ്ദിലുണ്ടാവും, കീമോതെറാപ്പി ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കുന്നില്ല. ചില മരുന്നുകൾക്ക് സൈഡ് എഫക്ട്സ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ചില കീമോതെറാപ്പി ഡ്രഗ്സ് എടുത്താൽ കുറച്ച് ക്ഷീണം ഉണ്ടാവും, ചിലതിന് ഛർദ്ദിലുണ്ടാവും. ഈ ഛർദ്ദിലൊക്കെ വരാതിരിക്കാനുള്ള മരുന്നുകൾ നമ്മൾ നേരത്തെ തന്നെ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മുമ്പുണ്ടായിരുന്ന പോലെ ഛർദ്ദിലൊന്നും ഇപ്പോൾ ഇല്ല. അത് തീർച്ചയായിട്ടും വേദന ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനത്തെ വേദനയൊന്നും വരുന്നതേ ഇല്ല. ചെറിയ ക്ഷീണം ചിലർക്കൊക്കെ കാണാറുണ്ട്. പിന്നീട് ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇപ്പം മുടി കൊഴിയുന്ന കീമോയ്ക്ക് കൂടുതൽ എഫക്റ്റ് അല്ലാത്തതിന്. അങ്ങനെയൊന്നും ഇല്ല. എല്ലാ അസുഖത്തിനും ഓരോരോ അസുഖത്തിനും ഓരോരോ സ്റ്റേജിൽ ഇന്ന മരുന്ന് വേണം, ഇന്ന കീമോതെറാപ്പി ഡ്രഗ് വേണം എന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ എഫക്റ്റും സൈഡ് എഫക്റ്റും എല്ലാം ഡോക്യുമെൻറ്റഡ് ആണ്. ഏത് കീമോതെറാപ്പി ഡ്രഗിനും ഇപ്പം 100-ൽ ഒരാൾക്കുണ്ടാകുന്ന സൈഡ് എഫക്റ്റ് പോലും കൃത്യമായി ഡോക്യുമെൻറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. കീമോതെറാപ്പി ചെയ്യുമ്പോൾ എത്ര വട്ടം ചെയ്യണം എന്നുള്ളതൊക്കെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഈ അസുഖം മാറുന്നത് വരെയാണോ ഇതിൻ്റെ സ്റ്റേജസ് വരിക? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇത് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആണ്. നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന മരുന്നായാലും അത് എത്ര സൈക്കിൾ വേണം എന്നുള്ളതായാലും
ഒരു നേരത്തെ ട്രയൽസിലൂടെ നമ്മളിപ്പോൾ മരുന്ന് പരീക്ഷണങ്ങൾ എന്നും പലരും ഒരു പുച്ഛത്തോടെ അല്ലെങ്കിൽ ഒരു പേടിയോടെ കാണുന്ന ഒരു ഇതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യരാശിക്ക് എന്നും ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്തു വന്ന ട്രയൽസിൽ ഇത്ര സൈക്കിൾ ഓഫ് മരുന്ന് കൊടുത്തത് കൊണ്ട് അല്ലെങ്കിൽ ഈ പ്രത്യേക മരുന്ന് ഇത്ര തവണ കൊടുത്തതുകൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട് എന്ന് കാണിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ സൈഡ് എഫക്ട്സിനെക്കാട്ടി കൂടുതൽ വളരെ വലിയ ഗുണങ്ങളുള്ളത് കൊണ്ടാണ് ബ്രസ്റ്റ് ക്യാൻസർ പൂർണ്ണമായിട്ട് മാറ്റാനും മാറിയ രോഗികൾ ഒരിക്കലും തിരിച്ചു വരാതിരിക്കാനും യൂഷ്വലി ഒരു 6 സൈക്കിൾ അല്ലെങ്കിൽ 4 തൊട്ട് 8 സൈക്കിൾ വരെയൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാറ്. ചിലർക്ക് അതിനുശേഷം ഒരു ഹോർമോൺ റിസപ്റ്റർ പോസിറ്റിവിറ്റി നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് ഒരു 5 തൊട്ട് 10 വർഷം വരെ ഒരു ഹോർമോൺ ടാബ്ലറ്റ് നമ്മൾ കൊടുക്കുന്നതാണ്. അത് ഈ ബ്രസ്റ്റ് ക്യാൻസർ തിരിച്ചു വരാതിരിക്കാനായിട്ട് വളരെയേറെ സഹായിക്കും. ഒരിക്കൽ മാറിയവരോട് പലപ്പോഴും ഫോളോ അപ്സ് അല്ലെങ്കിൽ ഇത്ര മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ വർഷം കൂടുമ്പോൾ വരണമെന്ന് പറയാറുണ്ട്. എന്തിനാണ് ഇതെന്ന്? ബ്രസ്റ്റ് ക്യാൻസറിൽ തന്നെ പലതരം കാറ്റഗറീസ് ഉണ്ട്. പല കാറ്റഗറീസ് ഉള്ളവർക്കും ഇത് തിരിച്ചു വരാനുള്ള സാധ്യതയും കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. ഇതിൽ കുറച്ചുകൂടെ റിസ്ക് കൂടുതലുള്ളവർക്ക്, അതായത് ചില ഹോർമോൺ റിസപ്റ്റർ പോസിറ്റീവായിട്ടുള്ളവർക്ക്, ചില ഹോർമോൺ റിസപ്റ്റർ നെഗറ്റീവായിട്ടുള്ളവർക്ക് നമുക്കതൊരു റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ ഒരു രീതിയുണ്ട്. അതിൽ കൂടുതലായിട്ടുള്ളവരോട് നമ്മൾ കൃത്യമായ ഇടവേളകൾ വന്ന് നമ്മളെ കാണാൻ പറയും. ഇത്ര ബ്രസ്റ്റ് ക്യാൻസർ ഒരു വന്ന് പോയി അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഒരു 2-3 വർഷം 3 മാസത്തിലൊരിക്കലും, പിന്നീട് 6 മാസത്തിലും, പിന്നീട് നമുക്ക് വർഷത്തോളം ഒരിക്കലും വന്ന് കണ്ട് ഇത്ര ടെസ്റ്റുകൾ ചെയ്യണം എന്നാണ് നമ്മൾ പറയാറ്. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചു. താങ്ക് യു. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.